ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പം നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് ഇച്ചിരി പ്രശ്നത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്നലെ ഏതാണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് മേളിൽ ഇനി ആക്രമണമേ നടത്തില്ല എന്ന് മസൂദ് പെസസ്ക്യാൻ പറഞ്ഞ കണക്കുള്ള വാർത്തകളാണ് മൊത്തത്തിൽ പരക്കെ മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ നമുക്ക് അതാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചാണ് വാർത്തകൾ പുറത്തു വന്നത്. അത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട്. മസൂദ് പെസസ്ക്യാൻ പറഞ്ഞത്, നിങ്ങൾ അമേരിക്കയോടൊപ്പം ഞങ്ങളുടെ എനിമീസിന് നിങ്ങൾ ഒരു തരത്തിലുള്ള സപ്പോർട്ടും നൽകുന്നില്ല എങ്കിൽ ഞങ്ങൾ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ നടക്കുന്ന സംഭവങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതൊന്നും നമ്മൾ ഇൻറ്റൻഷനലി നിങ്ങളെ ആക്രമിക്കണമെന്ന് പറഞ്ഞല്ല ചെയ്യുന്നത്. നിങ്ങൾ എക്കാലത്തും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നാണ് മസൂദ് പെസസ്ക്യാൻ പറഞ്ഞു വെച്ചത്. അതിൻ്റെ അർത്ഥം ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മസൂദ് പെസസ്ക്യാൻ ഗൾഫ് രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ല എന്ന തരത്തിൽ വാർത്തയാക്കി മാധ്യമങ്ങൾ നറേറ്റ് ചെയ്തു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. അതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തുടർച്ചയായിട്ട് ഇന്നലെ ഉടനീളം ഡ്രോണുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എനിവേ, അതൊരു സൈഡിൽ നടക്കട്ടെ. അപ്പം ബഹ്റൈനിൽ നിന്നും ആദ്യമായിട്ട് ഇറാനെതിരെ ഒരു മിസൈൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ബഹ്റൈൻ. അതിന് പ്രധാനപ്പെട്ട കാരണം മനാമയിലുള്ള US എയർബേസിലുള്ള റഡാർ സിസ്റ്റം ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ബഹ്റൈൻ അവർ ഒരു മിസൈൽ പേർഷ്യ ഗൾഫ് റീജിയൻ ഡയറക്ഷനിലേക്ക് അയച്ചു വെച്ചത്. അതുപോലെ കുവൈറ്റിലെ അൽ സലീം എന്ന് പറഞ്ഞ ആ ബേസിലും നിർണായകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ദുബായ് എയർപോർട്ടിൽ ഒരു ഡ്രോൺ അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിനിടെ താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇന്നലെ. അതിനെ തുടർന്ന് UAE സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് UAE ഒരു ചെറിയ പ്രേ അല്ല, ചെറിയ രാജ്യങ്ങളുടെ അടുത്ത് പോയിട്ട് കളിക്കുന്നത് പോലെ UAE എടുത്ത് കളിക്കണ്ട എന്നാണ് UAE നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കൂടുതൽ UAE ചൊറിയാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം. അപ്പോൾ അതേസമയം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ പൊറുതി മുട്ടിയാണ് ഇരിക്കുന്നത്. വേണ്ടി വന്നാൽ അവർ സഖ്യം ചേർന്ന് അമേരിക്കയോടൊപ്പം നിന്ന് ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവർ പെർമിഷൻ കൊടുക്കും. ഇപ്പം നിലവിൽ UK പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. UKയുടെ ബേസ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണങ്ങൾ ഇന്നലെ മുതൽ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് 72 hours ആയിട്ട് UKയുടെ ബേസ് അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തുരിതര ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. B-1 ബോമർ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഇറാന്റെ മേളിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഡിഗോ ഗാർസിയേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഓപ്പറേഷണൽ ഫീസിബിലിറ്റിയാണ് UKയുടെ ബേസ് അമേരിക്കയ്ക്ക് നൽകുന്നത് ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള ആക്രമണങ്ങൾ IRGCയുടെ കേന്ദ്രങ്ങൾ, ഓഫീസ്, അവരുടെ മിലിറ്ററി ബേസ്, അതേപോലെ മിസൈൽ ഗോഡൌൺസ്, മിസൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, അതുപോലെ IRGCയുടെ കമാൻഡിംഗ് ഓഫീസ്, ഇത്തരത്തിലുള്ള മേഖലകളാണ് ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ ബങ്കർ ബസ്റ്ററുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ അണ്ടർഗ്രൗണ്ട് ഗോഡൌൺസ് ആണ് ഇനി കൂടുതലായിട്ട് ഇസ്രായേൽ തിരയുന്നത്. അതേപോലെ ഇസ്രായേലിന്റെ ഹെംസ് ഡ്രോൺ, അതുപോലെ അമേരിക്കയുടെ MQ-9 ഡ്രോൺ, ഇതെല്ലാം തന്നെ കുറേയൊക്കെ ഒരു 8-9 എണ്ണമൊക്കെ ഇറാൻ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അത് വാസ്തവമായിട്ട് കാര്യമാണ്, അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് വൈകുന്നേരം തുരുതര ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന മാപ്പ് കൃത്യമായിട്ട് സെൻട്രൽ ഇസ്രായേൽ, അതേപോലെ സദൻ ഇസ്രായേലിന്റെ ഭാഗത്തൊക്കെ മിസൈലുകൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും വരുന്ന വാർത്ത. പിന്നെ ബങ്കറിനുള്ളിൽ പോയാൽ തന്നെയും വലിയ മിസൈലുകൾ വന്ന് പതിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ശരിക്കും ബങ്കറിന്റെ ഉള്ളിൽ വരെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ബങ്കറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടും പിന്നീട് പുറത്തു വരുന്ന ആൾക്കാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അതുപോലെ കിരിയത്ത് ഷെമോന ഭാഗത്ത് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും പൊതുജനങ്ങളെയെല്ലാം ബങ്കറിനുള്ളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സൈറൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെസ്ബുള്ള പല ടാർഗറ്റുകളും ഞങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ള നിലയിലാണ് സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കുന്നത്. പക്ഷേ എല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ വാദം. നെതന്യാഹു ഇറാനിയൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഫ്രീഡം നിയർ ബൈ യു, സ്വാതന്ത്ര്യം നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അത് വൈകാതെ തന്നെ ഈ റെജീമിന് ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഇറാനിന് ഒരു ഫുൾ ഫ്രീഡം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് ഇറാനിയൻ ജനങ്ങളും കൂടി സഹകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീഡം നിങ്ങളിൽ തന്നെയാണുള്ളത്, നിങ്ങളാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത്. അതായത് റെജീം ചേഞ്ച് നടക്കുന്നില്ല, കുറേ ആക്രമണങ്ങൾ നടത്തി റെജീം ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ റെജീം ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ ഈ ആക്രമണങ്ങൾ വേണ്ടാന്ന് വെക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിച്ച് ഈ യുറേനിയം എൻറിച്ച്മെന്റ്, ഇമാതിരിപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ആക്രമണങ്ങൾക്ക് കുറവ് വരുത്തില്ല. മസൂദ് പെസസ്കിയാന് കൃത്യമായിട്ടുള്ളൊരു മറുപടി
ട്രംപ് കൊടുത്തിട്ടുണ്ട്. ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ മെയിൻ ചാനലിൽ ആ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ ഇസ്രായേലിൻ്റെ 2 സോൾജേഴ്സ് വൂണ്ടഡ് ആണ്. അത് ലെബനൻ്റെ ഉള്ളിലാണ്. ഹെസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്താണ് ഇവർക്ക് ഈ പരിക്കേറ്റത്. ഹെസ്ബുള്ളയുടെ റോക്കറ്റ് അറ്റാക്കിലാണ് ഈ പരിക്കേറ്റത്. 600 പേരടങ്ങുന്ന ഒരു ഹെസ്ബുള്ള ടീമിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഹെസ്ബുള്ളയുടെ 2 റോക്കറ്റുകൾ ഇവർക്ക് നേരെ പാഞ്ഞെടുത്തത്. അതിലുണ്ടായ അപകടത്തിലാണ് ഈ പരിക്കേറ്റിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഫോഴ്സും ലെബനനിലുണ്ട്. ആ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്കിൽ നിന്നും തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ്, ആ എയർ സ്ട്രൈക്ക് നടത്തുന്ന സ്ഥലത്തുണ്ടായിരുന്ന സോൾജേഴ്സ് ഒരു 5 പേര് ഇസ്രായേലി സോൾജേഴ്സിന് തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത്. അതായത് ഇസ്രായേൽ തന്നെ എയർ സ്ട്രൈക്ക് ചെയ്യുന്നത്, ആ എയർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ബറ്റാലിയൻസ് ടീമാണ് ഇവർ. IDFൻ്റെ സോൾജേഴ്സിൻ്റെ ടീമാണ്. ആ ടീമിൽപ്പെട്ട ആൾക്കാർക്കാണ് 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസമായിട്ട് ഹെസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. ലെബനൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന UN പീസ് കീപ്പിംഗ് മിഷനിൽ 2 ഗാന സോൾജേഴ്സിനും കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഇസ്രായേൽ ഇറാൻ്റെ മേളിൽ 80 ഫൈറ്റർ ജെറ്റുകളിലായിട്ട് 230 ബോംബുകളാണ് ഉപയോഗിച്ചത് ഇറാൻ്റെ ഉള്ളിൽ. ഇറാൻ്റെ മിസൈൽ സൈറ്റുകൾ, എയർപോർട്ടുകൾ, അതുപോലെ IRGCയുടെ പല ഓഫീസുകൾ, സെക്യൂരിറ്റി ഓഫീസുകൾ, ഇതൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത്. ഇന്നലെ 6:20 AM രാവിലെ മിഡ്നൈറ്റ് മുതൽ രാവിലെ 6:20 വരെ 5 റൗണ്ടാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയത്. അതുപോലെ 7:16 PM വൈകുന്നേരം 8:40 ഈ 2 സമയങ്ങളിലായിട്ട് സെൻട്രൽ ഇസ്രായേൽ ഇൻക്ലൂഡിങ് ടെലവീവ്, അതേപോലെ തന്നെ സദൻ ഇസ്രായേൽ, ഈ 2 ഭാഗങ്ങളും എയിം ചെയ്തുകൊണ്ട് മിസൈൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇറാൻ. ഡെസാൾട്ട് എന്ന് പറഞ്ഞ ഏവിയേഷൻ കമ്പനിയുടെ CEO എറിക് ട്രാപ്പിയർ ഇന്ത്യയുമായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ 2026 തന്നെ, ഈ വർഷം തന്നെ 114 റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ MRFA ഫെസിലിറ്റി ഇന്ത്യയിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സോളാർ ഡിഫൻസ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ 12,800 കോടി ചെലവിൽ ഒരു പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതൊരു മെഗാ മാനുഫാക്ചറിങ് ഹബ്ബാണ്. ശരിക്കും ഡ്രോൺ ആൻഡ് റോബോട്ട്, ഇതാണ് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പെർ ഇയർ 10,000 ഡ്രോണും 1000 റോബോട്ടും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ത്യക്കുള്ളിൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മൾട്ടി മോഡൽ എയർപോർട്ട് ഹബ്ബ് നാഗ്പൂരിൽ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് $1.4 ബില്യൺ വർത്ത് വരുന്നൊരു പ്രോജക്റ്റാണ്. ഇന്ത്യ തോറിയം പവേർഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ 2047 100 ഗിഗാവാട്ട് ഇലക്ട്രിസിറ്റി നമ്മൾ ഈ തോറിയം പ്രോജക്റ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റ് അഥവാ വെസ്റ്റ് ഏഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ എക്സ്പോർട്ടേഴ്സിന് ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവരുടെ ടൈം ലൈനിൽ ചില ഫ്ലെക്സിബിലിറ്റീസ്, നൽകിയിരിക്കുന്ന ഡെഡ് ലൈനൊക്കെ എക്സ്പയറി ആയാൽ തന്നെയും ഫൈൻ ഒഴിവാക്കി കൊടുക്കുക, ഇത്തരത്തിലുള്ള ചില ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പോർട്ടേഴ്സിനെ കൂടുതൽ സഹായിക്കാനും ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യാനും ഉള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പിഴയടയ്ക്കുക അതേപോലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാകും. അതേപോലെ കസ്റ്റംസിലൊക്കെ സാധനങ്ങളൊക്കെ ക്ലിയറൻസ് കിട്ടി പുറത്തിറങ്ങാൻ തന്നെ കൃത്യമായിട്ട് ഒരു ടൈം ലൈനിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിഴയൊക്കെ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടല്ല, എല്ലാ കസ്റ്റംസ് പോർട്ടുകളിലേക്കും ഇത് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പിഴയടയ്ക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഈ നിയമത്തിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കസ്റ്റംസ് ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെടുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഫൈനലി അസീം മുനീർ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. സൗദി ക്രൗൺ പ്രിൻസ് MBSനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫോർമൽ ടോക്കാണ്. അതേപോലെ ഈ ന്യൂക്ലിയർ പാക്ട് ഉണ്ടല്ലോ, ന്യൂക്ലിയർ അംബ്രല്ല പാക്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഫോർമൽ വിസിറ്റാണ്. കാരണം ഇറാനെതിരെ ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു പാകിസ്ഥാന്. അപ്പോൾ ജസ്റ്റ് ഒരു ഫോർമൽ ഡിസ്കഷൻ വേണം എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയുമായിട്ടൊരു കൂടിക്കാഴ്ച, ശരിക്കും ഒരു സിംബോളിക് ആയിട്ടുള്ള, അതായത് നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതാണല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ചർച്ച നടത്തിയേക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ അംബ്രല്ല വിഷയം ഗ്ലോബൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. കാരണം സൗദി അറേബ്യയ്ക്കുള്ളിൽ ഇത്രത്തോളം ആക്രമണങ്ങൾ നടന്നിട്ടും പാകിസ്ഥാൻ ഒരു രീതിയിലും നിലപാടെടുക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളുടെ ഇടയിലാണ് ഇപ്പം നിർബന്ധമായിട്ട് പാകിസ്ഥാന് സൗദി അറേബ്യയെ പോയി കണ്ട് സംസാരിച്ച് മടങ്ങേണ്ട സാഹചര്യം രൂപപ്പെട്ടത്. പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇറാനിൽ റെജീം ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്, പാകിസ്ഥാൻ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇൻസൈറ്റ്സ് മലയാളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.